ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സജീവമായ പഠനം നടക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് വരുന്ന ക്ലാസ് പഴയതുപോലെ വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ കാണുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഞാൻ സമയം വെറുതെ വേസ്റ്റാക്കി കളയുന്നില്ല. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എല്ലാവരും ബോർഡിലേക്കൊന്ന് വരിക. ഇന്ത്യൻ അസോസിയേഷൻ 1. 2. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അടുത്തത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. അടുത്തത് ഓൾ ഇന്ത്യ കിസാൻ സഭ. ഓൾ ഇന്ത്യ കിസാൻ സഭ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓൾ ഇന്ത്യ കിസാൻ സഭ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഓൾ ഇന്ത്യ കിസാൻ സഭ. ഇതിനെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നടന്ന സംഭവം ആദ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കൂ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ 1876. മനസ്സിലായോ നോക്കൂ. ഇന്ത്യൻ അസോസിയേഷൻ 1876. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885. അടുത്തത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866. ഓൾ ഇന്ത്യ കിസാൻ സഭ 1936. ഈ വർഷം അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? ആദ്യം നടന്നത് ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. 1, 2, 3, 4 നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ അനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ. ഇതിൽ 1866 ആദ്യത്തേത്. അപ്പോൾ ഉത്തരം A ആണെന്ന് വിചാരിക്കുക. A3. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തത് 1876. 3, 1 അത് കഴിഞ്ഞു. ഇതും കഴിഞ്ഞു. അടുത്തത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885. അതുകൊണ്ട് അത് 2 കഴിഞ്ഞു. ലാസ്റ്റിൽ ഏതാണ്? ഓൾ ഇന്ത്യ കിസാൻ സഭ. അപ്പോൾ ഉത്തരം 3, 1, 2, 4. 3, 1, 2, 4. ഇത് മനസ്സിലായോ നോക്കൂ. ഇത് ഇത് ഉത്തരം കിട്ടണമെങ്കിൽ ഇത് ആദ്യം അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ അസോസിയേഷൻ 1876, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866, ഓൾ ഇന്ത്യ കിസാൻ സഭ 1936. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മറ്റ് ചില കാര്യങ്ങളൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ അത് രൂപീകരിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. കൂടെ ഉണ്ടായിരുന്ന ആരാണ്? ആനന്ദമോഹൻ ബോസ്. എന്നാണ് രൂപീകരിച്ചത്? 1876. എവിടെയാണ് രൂപീകരിച്ചത്? അത് ബംഗാളിലാണ്. ബംഗാളാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാൾ വിഭജനം നടത്തിയപ്പോൾ അതിനെതിരായിട്ട് ശക്തിയായി പ്രക്ഷോഭം നടത്തിയ വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജിയാണ് രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത്. രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിജിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് 50 കൊല്ലത്തെ പൊതുജീവിതം. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിച്ചൂടെ? 50 കൊല്ലത്തെ പൊതുജീവിതം
എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? അത് സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥയാണ്. എ നേഷൻ ഇൻ മേക്കിംഗ് ആരുടേതാണ്? അത് സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ്. ഇന്ത്യൻ അസോസിയേഷൻ 1876 സ്ഥാപിച്ചതിന് നേതൃത്വം കൊടുത്തത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ICS പരീക്ഷ ജയിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ്. ICS പരീക്ഷ ജയിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് സുരേന്ദ്രനാഥ ബാനർജി. അദ്ദേഹം പിന്നീട് സർവീസിൽ നിന്നൊക്കെ പിരിഞ്ഞു പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തത് ബോംബെ പ്രസിഡൻസി അസോസിയേഷനാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885 ഫിറോസ് ഷാ മേത്തയും KT തലാങ്ങുമാണ് അതിന് നേതൃത്വം കൊടുത്തത്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885 ഫിറോസ് ഷാ മേത്ത ആൻഡ് KT തലാങ്. ഈ 1885 എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഡിസംബർ 28 കോൺഗ്രസിൻ്റെ ജന്മദിനം. കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് ഡഫറിനായിരുന്നു. കോൺഗ്രസ് രൂപീകരിച്ചത് ബോംബെയിൽ വെച്ച് 72 പ്രതിനിധികൾ. അതൊക്കെ നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതല്ലേ. അടുത്തത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 അത് ലണ്ടനിലാണ് സ്ഥാപിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിക്കാം. ലണ്ടനിലാണ് സ്ഥാപിച്ചത്. ദാദാഭായി നവറോജിയാണ്. ദാദാഭായി നവറോജിയെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. ദാദാഭായി നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവ് ദാദാഭായി നവറോജി. 1. 2. എക്കണോമിക് ട്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ദാദാഭായി നവറോജിയാണ്. ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നു. ധനതത്വശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്ന് പേര് കൊടുത്ത വ്യക്തിയാണ്. ദാരിദ്ര്യവും ബ്രിട്ടീഷുകാർക്ക് യോജിക്കാത്ത ഭരണവും എന്ന പുസ്തകം എഴുതിയ ആളാണ്. സ്വരാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചതും ദാദാഭായി നവറോജിയാണെന്ന് മനസ്സിലാക്കണം. വോയിസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രസിദ്ധീകരണമാണ്. അത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വോയിസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ്. അത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഓൾ ഇന്ത്യ കിസാൻ സഭയാണ്. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് 1936 അത് UP-യിലാണ് അത് രൂപീകരിച്ചത്. രൂപീകരിച്ച ആളിൻ്റെ പേരാണ് സഹജാനന്ദ് സരസ്വതി. സഹജാനന്ദ് സരസ്വതി. സഹജാനന്ദ് സരസ്വതിയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് 1936. 1936 എന്ന് കേട്ടപ്പോഴത്തേക്ക് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലഘട്ടത്തിലെ അത്ഭുതമെന്ന് ഗാന്ധിജി വിളിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് ദിവാൻ CP രാമസ്വാമി അയ്യരായിരുന്നു എന്നറിയാം. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യരാണെന്നും അദ്ദേഹത്തിൻ്റെ കൃതി ഉമാകേരളവും കേരള സാഹിത്യ ചരിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് 1936 ആരാണ്? സഹജാനന്ദ സരസ്വതി. ഉത്തർപ്രദേശിലാണ്. ഈ കിസാൻ എന്ന് കേട്ടപ്പോഴത്തേക്ക് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം AB വാജ്പേയിയുടേതാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. AB വാജ്പേയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 1998 മെയ് 17 കുടുംബശ്രീ പ്രസ്ഥാനം മലപ്പുറത്ത് ആരംഭിച്ചു. AB വാജ്പേയിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പിന്നീട് സജീവമായി നടത്തിയത് ആലപ്പുഴയിലാണെന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഗോദാവരി നദിയുടെ പോഷക നദി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരത്തിൽ കബനിയുണ്ട്, ശബരിയുണ്ട്, ഭീമയുണ്ട്, ടെല്ലുണ്ട്. ഗോദാവരി നദി എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ സംഭവങ്ങൾ ഞാൻ പറയാം. 1. ഗോദാവരി നദിക്ക് 1465 കിലോമീറ്റർ നീളത്തിൽ അത് ഒഴുകുന്നുണ്ട്. ഇന്ത്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. അപ്പോൾ ഇന്ത്യയിലെ നീളം കൂടിയ ഒന്നാമത്തെ നദിയാണ് 2525 കിലോമീറ്റർ ഒഴുകുന്ന ഗംഗാനദി. ഇന്ത്യയുടെ ദേശീയ നദി 2525 കിലോമീറ്ററാണ് ഗംഗാനദി. ഇവിടെ ഗോദാവരി 1465 കിലോമീറ്ററാണ്. നമ്മുടെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഗോദാവരിയുടെ പോഷക നദി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആ ഉത്തരത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഞാൻ ഗോദാവരി കയറി പിടിക്കുകയാണ്. ഗോദാവരിയെയാണ് വൃത്തഗംഗ എന്നറിയപ്പെടുന്നത്.
ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ത്രയംബകേശ്വറിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലാണെന്നർത്ഥം. അത് ബഹുഭൂരിപക്ഷം ഒഴുകുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒഴുകുന്നത് തെലങ്കാനയിലാണ്. 5 സ്റ്റേറ്റുകളിൽ കൂടി ഇത് ഒഴുകുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഒഴുകുന്നുണ്ട്, പിന്നെ തെലങ്കാനയിൽ ഒഴുകുന്നുണ്ട്, ആന്ധ്രയിൽ ഒഴുകുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ ഒഴുകുന്നുണ്ട്, ഒറീസയിൽ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ 5 സ്റ്റേറ്റുകളിൽ കൂടി ഗോദാവരി നദി 1465 കിലോമീറ്റർ ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ബേ ഓഫ് ബംഗാളിലാണ് ചോള ലേക്ക് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണ്? ഉത്തരം കബനി, ശബരി, ഭീമ, ടെൽ. ഇങ്ങനെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ശബരി നദി. ഉത്തരം കയ്യിൽ കിട്ടി. ഗോദാവരിയുടെ പോഷക നദിയാണ് ശബരി നദി. അത് ആന്ധ്രാപ്രദേശിൽ കൂടി ഒഴുകുന്നു. അത് നമുക്ക് മനസ്സിലായി. എന്നാൽ ഗോദാവരിയുടെ പോഷക നദി അല്ലാത്തതിന് അകത്ത് കൊടുത്തിട്ടുണ്ട് കബനി കാവേരി നദിയുടെ പോഷക നദിയാണ്. ഈ കബനിയെക്കുറിച്ച് പണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, വയനാട്ടിൽ കൂടി ഒഴുകുന്നതാണ് കബനി എന്ന് മനസ്സിലായിക്കോണം. വയനാട്ടിലുള്ള തൊണ്ടാർമുടി കുന്നിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. PSC 1 മാർക്ക്. വയനാട്ടിലുള്ള തൊണ്ടാർമുടി കുന്ന്, അവിടെ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. അത് 1 മാർക്ക്. അടുത്തതിലൊരു ഓപ്ഷനാണ് ഭീമാ നദി. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. ഭീമാ നദി. ഈ കൃഷ്ണ നദിയുടെ തീരത്താണ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനമായ അമരാവതി വരുന്നത്. മറന്നുപോകരുത്, അമരാവതി. അടുത്തത് ടെൽ നദിയാണ്. ടെൽ നദി. ഇങ്ങനെ ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ്. ടെൽ നദി എന്നും എൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടതുണ്ട്. ഈ നദികളെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ നമുക്കൂടെ അവസാനിപ്പിക്കാം. അതെന്താണെന്ന് വെച്ചാൽ, ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതല്ല? ഭാരതപ്പുഴയുടെ പോഷക നദികൾ പണ്ട് നമ്മുടെ ഈ PSC ഒക്കെ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, ആവശ്യമില്ലാതെ കോഡൊക്കെ ഉണ്ടാക്കും. അന്ന് കുട്ടികൾക്ക് ഒരു കോഡുണ്ടാക്കി പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഗായത്രി കണ്ണാടിയെ കാൽപ്പത്തി കൊണ്ട് തൂത്തെറിഞ്ഞു. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, അടുത്തത് കൽപ്പാത്തിപ്പുഴ, അടുത്തത് തൂതപ്പുഴ. അങ്ങനെ 4 പോഷക നദികൾ ഭാരതപ്പുഴയുടേത് ഓർമ്മിച്ച് വെച്ചേക്കണം. നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ. എല്ലാവരും അത് ഓർമ്മിച്ച് വെച്ചേക്കും എന്നാണ് എൻ്റെ ധാരണ. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഡിയർ ഫ്രണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ രസകരമായൊരു ക്വസ്റ്റ്യനാണ്. പുസ്തകങ്ങളും അതിൻ്റെ ഗ്രന്ഥകർത്താക്കളുമാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാരെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് വെൽത്ത് ഓഫ് നേഷൻസ് ആരെഴുതിയതാണെന്ന് കണ്ടുപിടിക്കണം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്തത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് ഫാമിൻ. ഇതൊക്കെ എഴുതിയതാരെന്നാണ്? എഴുതിയ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഇവിടെ ABCD. ഇവിടെ ഗ്രന്ഥകർത്താക്കളുടെ പേര് മാറ്റിയും തിരിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് ഇതിന് ചേർക്കണം. എയിൽ വരുന്നത് ഏതാണ്, ബിയിൽ വരുന്നത് ഏതാണെന്ന് ചേർക്കണം. ഇതാണൊരു ക്വസ്റ്റ്യൻ. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസാണ്. ഇതും പുതിയ മോഡലിലാണ്. അതായത് പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഗ്രന്ഥകർത്താക്കളെ ഓർഡർ അല്ലാതെ കൊടുത്തിരിക്കുകയാണ്.
ഇവിടെ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് എം വിശ്വേശ്വരയ്യ. എല്ലാവർക്കും അറിയാം എം വിശ്വേശ്വരയ്യ. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ, എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയാണ് നമ്മുടെ രാജ്യത്തെ ആസൂത്രണത്തിൻ്റെ പിതാവ്. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി, ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ്. കാരണം മൈസൂർ പട്ടണമൊക്കെ ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും എം വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹം മൈസൂരിലെ ദിവാനായിരുന്നു, അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മൈസൂർ പട്ടണത്തിൻ്റെ ശില്പി എം വിശ്വേശ്വരയ്യയാണ്. മൈസൂരിലെ ദിവാനായിരുന്നു എം വിശ്വേശ്വരയ്യ. അദ്ദേഹം പ്രശസ്തനായ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. അപ്പോൾ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാരാണ്? എം വിശ്വേശ്വരയ്യ. അടുത്ത വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത് ആഡം സ്മിത്താണ്, ബ്രിട്ടീഷുകാരനാണ് ആഡം സ്മിത്ത്. വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള പുസ്തകത്തിൻ്റെ മുഴുവൻ പേര് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അതിനെ ചുരുക്കി പറയുന്നതാണ് വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത് 1776 ആഡം സ്മിത്ത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റാണ്. ആഡം സ്മിത്ത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റാണ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റിൻ്റെ 1-2 കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയാം. ലെയ്സേ ഫെയർ. ലെയ്സേ ഫെയർ എന്ന് വെച്ചാൽ യഥേച്ഛാകാരിക സിദ്ധാന്തം. തൊഴിലാളി മുതലാളി ബന്ധങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നതാണ് ലെയ്സേ ഫെയർ. ഇടപെടാതിരിക്കൽ നയമാണ് ലെയ്സേ ഫെയർ. അത് ക്ലാസിക്കൽ ഐഡിയ ആണ്. JB സയുടെ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്സ്, അതൊരു ക്ലാസിക്കൽ ഐഡിയ ആണ്. ഗവൺമെൻറ് ഒന്നിലും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതാണ് ക്ലാസിക്കൽ ഐഡിയയുടെ ഏകദേശം ഒരു രൂപം. അപ്പോൾ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത് ആഡം സ്മിത്താണ്, ഫാദർ ഓഫ് എക്കണോമിക്സ്. ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്താണ്. ഇന്ത്യയിൽ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. എന്നാൽ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈസൂർ പട്ടണം ആസൂത്രണം ചെയ്ത അതിൻ്റെ ശില്പിയായ എം വിശ്വേശ്വരയ്യയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അടുത്ത പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാരിദ്ര്യവും ബ്രിട്ടീഷുകാർക്ക് യോജിക്കാത്ത ഭരണവും എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജിയാണ്. ദാദാ എല്ലാവരുടെയും പിതാവ്, ഭായ് സഹോദരൻ, എല്ലാവർക്കും അച്ഛനും സഹോദരനുമായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്ന പേര് സംഭാവന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പ്രസിദ്ധീകരണമാണ് വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ. ദാദാഭായ് നവറോജി ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നു. ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്ന് പേര് കൊടുത്തു. അടുത്തത് പോവർട്ടി ആൻഡ് ഫാമിൻ. പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യ അമർത്യ എക്കണോമിസ്റ്റാണ്. അമർത്യ വെൽഫെയർ എക്കണോമിക്സ് അതിൻ്റെ ഉപജ്ഞാതാവാണ്. പോവർട്ടി വെൽഫെയർ എക്കണോമിക്സ് എന്നൊക്കെ കേട്ടാൽ നമ്മൾ അമർത്യ പേരാണ് ഓർമ്മ വരുന്നത്. അമർത്യ ബംഗാളിയാണ്. ഇന്ത്യക്ക് ആദ്യമായി നോബൽ സമ്മാനം നേടിത്തന്ന ധനതത്വ ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ഫാമിൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം, അത് അമർത്യ സെൻ്റെ പുസ്തകമാണ്. അമർത്യ സെന്നിന് നോബൽ സമ്മാനം കിട്ടിയത് 1998 98 നോബൽ സമ്മാനം കിട്ടി. 98 മാർച്ച് 19 EMS അന്തരിച്ചത്. 1998 മാർച്ച് 19 EMS അന്തരിച്ചതെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മദർ തെരേസ ഓഫ് എക്കണോമിക്സ്, നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. മദർ തെരേസ ഓഫ് എക്കണോമിക്സ്. മദർ തെരേസ അഗതികൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. മദർ തെരേസ പാവങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത വ്യക്തിയാണ് മദർ തെരേസ. ബംഗാളിൽ പ്രവർത്തിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റീസ് നേതൃത്വം കൊടുത്ത മദർ തെരേസ. ഈ മദർ തെരേസ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ അമർത്യ സെന്നും വെൽഫെയർ എക്കണോമിക്സ് പാവങ്ങൾക്ക് വേണ്ടിയാണ് എഴുതിയത്. മദർ തെരേസ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് അമർത്യ സെനാണെന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് BDOയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനുണ്ട്. ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ ദ ഗ്രാൻഡ് ഡിസൈൻ,
ദ ഗ്രാൻഡ് GRAND ദ ഗ്രാൻഡ് ഡിസൈൻ എന്ന പുസ്തകവും എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ദ ഗ്രാൻഡ് ഡിസൈൻ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം എഴുതിയത് സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ ഗ്രാൻഡ് ഡിസൈൻ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അത് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പുസ്തകമാണെന്നും അത് പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കണം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നീതി ആയോഗിനെ സംബന്ധിച്ചതാണ്. നീതി ആയോഗ് എന്ന് വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1 ആണ്. ആ നീതി ആയോഗിനെ കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ഡൽഹിയാണ് അതിൻ്റെ ആസ്ഥാനം. നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. നരേന്ദ്രമോദിയാണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. പ്രധാനമന്ത്രിയാകുന്ന ആളായിരിക്കും. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനാണ് ഇപ്പോൾ രാജീവ് കുമാർ. ആദ്യം അരവിന്ദ് പനഗരിയായിരുന്നു. അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആണ് അമിതാഭ് കാന്ത്. അതിൻ്റെ CEO. നീതി ആയോഗിൻ്റെ ആദ്യ രൂപം ആസൂത്രണ കമ്മീഷനായിരുന്നു. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ ഗുരുസാരിലാൽ നന്ദയായിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ. അതും എൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി കടക്കാം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ പറയുന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ ABCD ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. പഞ്ചവത്സര പദ്ധതിയുടെ വർഷം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടു മാർച്ചാണ്. ആദ്യത്തെ പ്രസ്താവന ഗരീബി ഹഠാവോ 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ശരിയാണോ തെറ്റാണ്? ഗരീബി ഹഠാവോ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും. ഗരീബി ഹഠാവോ വരുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയിലല്ല, 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും. അന്ന് പ്രതിപക്ഷമെല്ലാം കൂടി ഇന്ദിരാഗാന്ധിയെ പിന്നീട് ബഹിഷ്കരിക്കുക, നിർമ്മാർജ്ജനം ചെയ്യുക എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. അതിന് പകരമായിട്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ് ഗരീബി ഹഠാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും. അത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 2, 1ാം പഞ്ചവത്സര പദ്ധതി മഹലാനോബിസ് മോഡലാണ്. 1ാം പഞ്ചവത്സര പദ്ധതി 1ാം പഞ്ചവത്സര പദ്ധതി മഹലാനോബിസ് മോഡലല്ല, ഹരോൾഡ് ഡോമർ മോഡലാണ്. ഹരോൾഡ് ഡോമർ മോഡലാണ് 1ാം പഞ്ചവത്സര പദ്ധതി. അതിൻ്റെ ആമുഖം തയ്യാറാക്കിയത് കേരളീയനായ KN രാജാണ്. ഈ ഹരോൾഡ് ഡോമർ മോഡൽ KS പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? ഹരോൾഡ് ഡോമർ മോഡലിൽ എന്താണ് ഉദ്ദേശിച്ചത്? അതിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറിച്ചാണ് പറയുന്നത്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, അതായത് നമ്മൾ 2 രീതിയിൽ ഉൽപ്പാദനം നടത്താം. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനും. നമ്മുടെ നാട്ടിൽ മെഷീനറിയും മറ്റും കുറവായിരുന്നു. അതുകൊണ്ട് അന്ന് നടന്നത് ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലാളികളും കുറച്ച് മെഷീനറിയും. ലേബർ ഇൻറ്റൻസീവാണ്. ഈ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനിൽ മുടക്കുന്ന മുതലിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂല. ഒരു ഉദാഹരണത്തിന് 100 രൂപ മുടക്കിയപ്പോഴത്തേക്ക് 10 പറ നെല്ല് കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ എത്ര? 100. ഔട്ട്പുട്ട് എത്ര? 10 പറ നെല്ല്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. എന്നാൽ ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിൽ മെഷീനറിയുടെ സഹായം വന്നപ്പോഴത്തേക്ക് 100 രൂപ തന്നെ മുടക്കിയപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് 20 പറ നെല്ലായി മാറി. കണ്ട, അപ്പോൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിൽ വ്യത്യാസം വന്നു. അപ്പോൾ ക്യാപിറ്റൽ മുടക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാകും. ഈ ഔട്ട്പുട്ട് കൂടുതൽ കിട്ടണം. അതാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. നമ്മുടെ രാജ്യത്ത് പണ്ട് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഏറ്റവും ലോ ആയിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ് ഹരോൾഡ് ഡോമർ മോഡലിൽ 1ാം പഞ്ചവത്സര പദ്ധതിയിൽ വെച്ച മോഡലിൻ്റെ സത്ത. 2ാം പഞ്ചവത്സര പദ്ധതി
മഹലാനോബിസ് തന്നെയാണ്, അതിൽ സംശയം വേണ്ട. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു, 2 വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ കടമെടുത്ത് തന്നെ USSR അല്ലെന്നുണ്ടെങ്കിൽ റഷ്യയിൽ നിന്നാണ് ആശയം നമ്മൾ കടമെടുത്തതെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അടുത്തത് സ്ത്രീ ശാക്തീകരണം 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ശരിയാണോ തെറ്റാണോ പറയൂ? വിമൻ എംപവർമെൻറ്റ് കൊണ്ടുവന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. ശരിയാണ്. 9ാം പദ്ധതി ജനകീയ പദ്ധതി, അധികാരം ജനങ്ങളിലേക്ക്, ഡീസെൻട്രലൈസേഷൻ നടപ്പിലാക്കിയത്, അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഗരീബി ഹഠാവോ എന്ന 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ ദാരിദ്ര്യ ലഘൂകരണം കൊണ്ടുവന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ജനകീയ ആസൂത്രണം കൊണ്ടുവന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ജനകീയ ആസൂത്രണം ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതി ഏത്? 11ാം പഞ്ചവത്സര പദ്ധതി. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത 11ാം പഞ്ചവത്സര പദ്ധതി. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. അപ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ പ്ലാൻ ഹോളിഡേ 1966-69 അത് ഈ ഇടയ്ക്ക് തെറ്റായിട്ട് ചോദിച്ചു. റോളിംഗ് പ്ലാൻ വരുന്നത് 1978-80 കാലഘട്ടത്തിലാണ്. 5ാം പഞ്ചവത്സര പദ്ധതി പൂർത്തീകരിച്ചില്ല, അത് PSC ചോദിച്ചിട്ടുണ്ട്. റോളിംഗ് പ്ലാൻ കൊണ്ടുവന്ന ആ ആശയം ഗുണ്ണാർ മിർഡലിൻ്റെ ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിൽ നിന്നാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം കടമെടുത്തത്. പ്ലാൻ ഒരിക്കലും അവസാനിക്കില്ല. പ്ലാനിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പുതിയൊരു വർഷം കൂടി ചേർക്കും, പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ പുതിയൊരു വർഷം കൂടി ചേർക്കും. അങ്ങനെ പിന്നെ പ്ലാനിങ് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും ഒരെണ്ണം അവസാനിക്കില്ല. അതാണ് റോളിംഗ് പ്ലാൻ. ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ICDS കൊണ്ടുവന്നത്. 1975 ഒക്ടോബർ 2 ICDS പദ്ധതി കൊണ്ടുവന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കേണ്ടതുണ്ട്. ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് അവസാനിപ്പിച്ച് 1971 ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, KSന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. KSന് ചോദിച്ച ക്വസ്റ്റ്യൻ, അതായത് 16/2020 ചോദിച്ച ക്വസ്റ്റ്യൻ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സാർവത്രികമായ എലിമെൻ്ററി വിദ്യാഭ്യാസം, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ, സാർവത്രികമായ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആയിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അങ്ങനെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ വരുമ്പോൾ 15 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ജനവിഭാഗങ്ങളുടെ നിരക്ഷരത ഇല്ലാതാക്കാൻ പറ്റും. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ജനവിഭാഗങ്ങളിൽ ഇറാഡിക്കേഷൻ ഓഫ് ഇലിറ്ററസി, അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതിയിൽ സാർവത്രികമായ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. ഇനി എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, 86 ഭരണഘടനാ ഭേദഗതിയിൽ എലിമെൻ്ററി എഡ്യൂക്കേഷനാണ് ഊന്നൽ കൊടുത്തത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ എലിമെൻ്ററി എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി എന്നും അതിൻ്റെ ലക്ഷ്യം 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ജനവിഭാഗങ്ങളുടെ നിരക്ഷരത ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ചവത്സര പദ്ധതി നമ്മുടെ പഠന വിഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, അടുത്ത ഒരു ക്വസ്റ്റ്യൻ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചാണ്. റിസർവ് ബാങ്ക് എന്ന് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കർ ടു ദ ഗവൺമെൻറ്, കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റിസർവ്, ഇഷ്യൂ ഓഫ് നോട്ട്സ്, അഡ്വൈസർ ടു ദ ഗവൺമെൻറ്, ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് ശക്തികാന്ത ദാസ്. അദ്ദേഹത്തിന് വീണ്ടും 3 വർഷം കൂടെ നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. 25ാമത്തെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. അദ്ദേഹത്തിൻ്റെ ഒരു ടേം കഴിഞ്ഞു, അടുത്ത ഒരു ടേമിലേക്ക് കൂടി കൊടുക്കുകയാണ്. ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ റിസർവ് ബാങ്ക് ഗവർണറെ നിയമിക്കുന്നത് ആരാ? റിസർവ് ബാങ്ക് ഗവർണറുടെ കാലാവധി എത്രയാ പറയണോ?
റിസർവ് ബാങ്ക് ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, കേന്ദ്ര ക്യാബിനറ്റാണ്. റിസർവ് ബാങ്ക് ഗവർണറുടെ കാലാവധി 3 വർഷമാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻ അതല്ലല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിച്ചത്. അത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിച്ചത്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്തത്, ദേശസാൽക്കരിച്ചത്. നാഷണലൈസേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 1969 ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. 1980 ഇന്ദിരാഗാന്ധി 6 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ RBIക്ക് പുറമെ, റിസർവ് ബാങ്കിന് പുറമെ എത്ര ദേശസാൽകൃത ബാങ്കുകളുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്? PSCയുടെ ക്വസ്റ്റ്യൻ അതാണ്, തെറ്റിച്ചു കൊടുത്ത പ്രസ്താവന. ഇപ്പോൾ RBIക്ക് പുറമെ 20 നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉണ്ടെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പോൾ RBIക്ക് പുറമെ 12 ദേശസാൽകൃത ബാങ്കുകളാണുള്ളത്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഉള്ളത്. 12 എണ്ണമാണ് നാഷണലൈസ്ഡ് ബാങ്ക്സ്. അതിൽ ബാങ്ക് ഓഫ് ബറോഡ 1, ഈ പേരൊന്ന് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ്. 12 നാഷണലൈസ്ഡ് ബാങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇങ്ങനെ 12 എണ്ണമാണ് നാഷണലൈസ്ഡ് ബാങ്ക്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇതൊന്നും മനസ്സിലൊന്ന് വിചാരിച്ചു വെച്ചേക്കണം. നാഷണലൈസ്ഡ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് 12 നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് 20 എന്നാണ് കൊടുത്തിരുന്നത്. 20 തെറ്റ്, 12 നാഷണലൈസ്ഡ് ബാങ്കാണ് ഉള്ളത്. അതാണ് നമ്മളിവിടെ സംസാരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ശരിയാവും. ഇവിടെ ലിസ്റ്റ് 1, ഇവിടെ ലിസ്റ്റ് 2, ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1 പുതിയ സാമ്പത്തിക നയം, പുതിയ സാമ്പത്തിക നയം. അടുത്തത് ആസൂത്രണ കമ്മീഷൻ. എന്ത് എളുപ്പമെന്ന് നോക്കണോ? ആസൂത്രണ കമ്മീഷൻ. അടുത്തത് നബാർഡ്. അടുത്തത് നീതി ആയോഗ്. ഇതാണ് ലിസ്റ്റ് 1. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറയൂ. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് പുതിയ സാമ്പത്തിക നയം, ആസൂത്രണ കമ്മീഷൻ, നബാർഡ്, നീതി ആയോഗ്. ഇവിടെ ABCD ഇങ്ങനെ ഇവിടുത്തെ പുതിയ ക്വസ്റ്റ്യൻ ആണോ ഇത്? ഇവിടെ ലിസ്റ്റ് 2 ലിസ്റ്റ് 2 1 2 3 4 ലിസ്റ്റ് 2. അപ്പോൾ പുതിയ സാമ്പത്തിക നയം, അതിൻ്റെ വർഷമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, ഞാൻ ശരിയായിട്ടുള്ള ലിസ്റ്റ് തന്നെ എഴുതാൻ പോവുകയാണ്, 1991. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ. LPG സിസ്റ്റം കൊണ്ടുവന്നു 1991 നരസിംഹറാവുവിൻ്റെ കാലത്ത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഉദാര സാമ്പത്തിക നയം കൊണ്ടുവരുന്നത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്. അടുത്തത് ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ.
ഇത് തിരിച്ചു മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ സാമ്പത്തിക നയം അത് കിടക്കുന്നത് ചിലപ്പോൾ 4-ലായിരിക്കും, 1991. അങ്ങനെയാണെങ്കിൽ A4 ഉത്തരം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പുതിയ സാമ്പത്തിക നയം ഇവിടെയാണ് 1991 എന്ന് എഴുതിയിരിക്കുകയാണെങ്കിൽ ഉത്തരം A-ൽ 4. ഞാനത് കറക്റ്റ് എഴുതുകയാണ്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ വന്നത്. നബാർഡ് 1982 ജൂലൈ 12. ഈ ജൂലൈ 12 വളരെ പ്രധാനപ്പെട്ടതാണ്. ജൂലൈ 12. നീതി ആയോഗ് 2015 ജനുവരി 1. ഇതിൽ തിരിച്ചു മറിച്ചു വിട്ടേക്കും. അപ്പോൾ ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് 1991-ലാണ്, നരസിംഹറാവുവിൻ്റെ കാലത്ത്. നരസിംഹറാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1. 2, ഈ 1991 വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ USSR തകർന്നത് 1991-ആണ്. ജർമ്മനി ഏകീകരിച്ചത് 1990. USSR 15 രാജ്യങ്ങളായി പിരിഞ്ഞുപോയത് 1991-ലാണ്. ആസൂത്രണ കമ്മീഷൻ വരുന്നത് 1950 മാർച്ച് 15-നാണ്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി, ഗുരുസാരിലാൽ നന്ദ ഉപാധ്യക്ഷനായി ആസൂത്രണ കമ്മീഷൻ വരുന്നത് 1950 മാർച്ച് 15-നാണ്. 1950 ജനുവരി 26 റിപ്പബ്ലിക്കായി. 1950 ജനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചു. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചു. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നു. 1950-ൻ്റെ പ്രത്യേകതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് നബാർഡ് കാർഷിക വികസനത്തിന് വായ്പ കൊടുക്കുന്ന ബാങ്കാണ് നബാർഡ്. 1. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. 2. കുടുംബശ്രീക്കൊക്കെ വായ്പ കൊടുക്കുന്ന നബാർഡാണ്. 3. ഗ്രാമീണ പണമിടപാടിൻ്റെ നേതൃത്വം വഹിക്കുന്നത് നബാർഡാണ്. ലീഡർ ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നറിയപ്പെടുന്ന നബാർഡാണ്. അതേസമയം ലീഡർ ഓഫ് മണി മാർക്കറ്റ് റിസർവ് ബാങ്കാണ്. ലീഡർ ഓഫ് മണി മാർക്കറ്റ് എന്ന് പറയുന്ന റിസർവ് ബാങ്കാണ്. ലീഡർ ഓഫ് റൂറൽ ക്രെഡിറ്റ് നബാർഡാണ്. നബാർഡ് സ്ഥാപിച്ചത് 1982 ജൂലൈ 12-നാണ്. ഈ ജൂലൈ 12 ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചു കളഞ്ഞു. 1982 ജൂലൈ 12, 1982 ജൂൺ 12 ഇങ്ങനെ ചോദിച്ചു കളഞ്ഞു. അപ്പം നബാർഡ് ആരംഭിച്ചത് 1982 ജൂലൈ 12-നാണ്. ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുംബൈയിലാണ് നബാർഡ് സ്ഥാപിച്ചതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. പിന്നെ നീതി ആയോഗ്, ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ അറിയപ്പെടുന്ന നീതി ആയോഗ് എന്നാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-ആണ്. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. 2. നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. നരേന്ദ്രമോദി തന്നെയാണ് അത് രൂപീകരിച്ചത് മുതൽ. അതിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് രാജീവ് കുമാർ. ചെറിയൊരു ക്ലാസ്സാണ് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ എടുത്തത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ വളരെ സജീവമായി പഠിക്കണം. നിങ്ങൾ ആ പഠനം സജീവമാണോ അല്ലയോ എന്നുള്ളത് 4 മണിക്ക് ക്ലാസ് ഇടുമ്പോൾ കാണുന്നവരെ വെച്ചാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റുമല്ലോ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി അളക്കുന്നത് ആ രാജ്യത്തെ പ്രതിശീർഷ വരുമാനം അനുസരിച്ചിട്ടാണ്. പ്രതിശീർഷ വരുമാനം ഇൻ റിയൽ ടൈംസ്, പണപ്പെരുപ്പം ഉണ്ടായ പ്രതിശീർഷ വരുമാനമല്ല. പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി കണക്കാക്കുന്നത്. എന്നാൽ എൻ്റെ കുട്ടികളുടെ പുരോഗതി ഞാൻ കണക്കാക്കുന്നത് 4 മണിക്ക് ക്ലാസ് ഇടുമ്പോൾ എത്ര പേർ കാണുന്നു. ആ കാണുന്നവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശരിക്കും ഉപഭോക്താക്കൾ. അല്ലാതെ ഉള്ളവർ കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് മടിയെല്ലാം കളഞ്ഞ് നമുക്ക് ഒന്നുകൂടി ശക്തിയായിട്ട് പഠിക്കണം. 2022 പരീക്ഷകളുടെ ഒരു പെരുമഴയാണ് വരുന്നത്. PSC പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2022 തന്നെ ഇതിൻ്റെ എല്ലാം വീണ്ടുമുള്ള പ്രാഥമിക പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരും. ഇതെല്ലാം മനസ്സിലാക്കി എൻ്റെ സുഹൃത്തുക്കൾ നന്നായി പഠിക്കണമെന്നും നമ്മുടെ സ്ഥാപനത്തിന് മെച്ചപ്പെട്ട ഒരു പേരുണ്ടാക്കി തരണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സോട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.